ഓം ശ്രീ മഹാഗണപതി നമഃ. ജ്യോതിഷ സംഗീതയാത്ര PB ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയൻ തളിപ്പറമ്പ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശിക്കൂറുകാരുടെ 2024 മെയ് മാസ ഫലമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മേടം രാശിക്കൂറ് മുതൽ കുംഭം രാശിക്കൂറ് വരെയുള്ള ഈ 2024 മെയ് മാസ ഫലം വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. ഈ മീനക്കൂറുകാർക്ക് സൂര്യൻ 2-ാം കൂറിൽ മേടം രാശിയിൽ ഉച്ചബലത്തിലും 3-ാം കൂറിലും ഇടവൻ രാശിയിലും സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് ശോഭിക്കപ്പെടുന്ന കാലമാണ്. 6-ാം കൂറിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ ഉച്ചസ്ഥനായ ബലമുള്ളതിനാൽ ശത്രു തടസ്സം മൂലം തൊഴിൽ നഷ്ടം വന്നവർക്ക് തിരിച്ചു കിട്ടുവാനും സാമ്പത്തികമായി കിട്ടാത്തവർക്ക് സാമ്പത്തിക ലബ്ധിയും വന്നു ചേരും. മാനാർത്ഥ ലാഭമുണ്ടാകും. പല ഭാഗത്തു നിന്നും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ സഹായം മൂലം സ്വദേശം വിട്ടിട്ടോ വിദേശത്തോ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധിക്കും. ജോലിക്ക് ടെസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തവർക്ക് അത് കിട്ടാനും അതിൻ്റെ വിജയവും ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥത കൈവരിക്കും. കലാപരമായും സ്പോർട്സ് സംബന്ധമായും ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ച ഉണ്ടാകും. പല പ്രവർത്തനങ്ങളിലും നേതൃത്വം വഹിക്കും. ഈ മാസം വരുമാനം കൂടുമെങ്കിലും ചെലവുകളും ഉണ്ടാകും. എന്നാൽ വേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് പണം ചെലവാക്കുക. നമ്മളുടെ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ അനുസരിക്കുന്ന സന്ദർഭം ഉണ്ടാകും. ആജ്ഞാഗുണമുണ്ടാകും. പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം രമ്യതയിൽ സ്വന്തം കഴിവ് കൊണ്ട് തന്നെ രമ്യതയിൽ കലാശിക്കും. കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിർത്തും. ഇടപാടിൽ നിന്ന് വരുമാനമുണ്ടാകും. വീട് പണി തടസ്സം വന്നവർക്ക് പണി തുടർന്ന് നടത്തുവാനും സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാകും. ഈ മാസം ആരോഗ്യത്തിന് വലിയ ദോഷമില്ലാത്ത കാലമാണ്. രോഗമുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകും. 3-ാം കൂറിലെ വ്യാഴം കൂടെയുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന മനസ്ഥിതി ഉണ്ടാകും. പുതിയ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ഉദ്ദേശിച്ച കാര്യഗുണമെല്ലാം ഉണ്ടാകും. അതിൽ നിന്നുള്ള നേട്ടവും ഉണ്ടാകും. ഉദ്ദേശിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുടെ സഹായം മൂലം നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും മാനസിക ധൈര്യം ഉണ്ടാകും. മക്കളുടെ വിവാഹത്തിന് അനുകൂല സ്ഥിതി ഉണ്ടാകും. എല്ലാം കൊണ്ടും സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ഈ മീനക്കൂറുകാർക്ക് ഈ മാസം വന്നു ചേരുക. ശാസ്താവിനും ഭഗവതിക്കും ഗണപതി ക്ഷേത്രത്തിലും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ കഴിപ്പിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.